So let's do one more revenue account. R Insurance Company Limited has the following ledger balances on 31st March 2019. അപ്പോൾ ശ്രദ്ധിക്കുക, ഫസ്റ്റ് ഐറ്റം എല്ലാം റുപ്പീസ് ഇൻ തൗസൻഡ്സിലാണ്. അപ്പോൾ നിങ്ങൾ എഴുതുമ്പോൾ അതേപോലെ തന്നെ എഴുതിയാൽ മതി. മുകളിൽ റുപ്പീസ് ഇൻ തൗസൻഡ്സ് എന്ന് എഴുതുക റവന്യൂ അക്കൗണ്ടിൻ്റെ. ഇവിടെ കൊടുത്തിരിക്കുന്ന എമൗണ്ട് തന്നെ എന്നിട്ട് കാണിച്ചാൽ മതി. ക്ലെയിംസ് ബൈ ഡെത്ത്, ക്ലെയിംസ് ബൈ മെച്യൂരിറ്റി. ക്ലെയിംസൊക്കെ ഇൻഷുറൻസ് കമ്പനീൻ്റെ എക്സ്പെൻസാണ്. അത് ഏതിലാണ് നമ്മൾ കൊടുക്കാറ്? ബെനിഫിറ്റ്സ് പെയ്ഡ്, ഷെഡ്യൂൾ നമ്പർ 4. ദെൻ സാലറീസ് ആൻഡ് അലവൻസസ് 1600, ഡയറക്ടേഴ്സ് ഫീസ് 300. ഇതെല്ലാം ഏതിലാണ് വരിക? ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ്. ഓക്കെ, പിന്നെ വരുന്നത് അതർ എക്സ്പെൻസസ് 180. സോ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് വരുന്ന 3 ഐറ്റംസ് ആണിത്: സാലറീസ് ആൻഡ് അലവൻസസ്, ഡയറക്ടേഴ്സ് ഫീസ് ആൻഡ് അതർ എക്സ്പെൻസസ്. ദ നെക്സ്റ്റ് ഐറ്റം പ്രീമിയം ഓൺ ഡയറക്റ്റ് എക്സ്പെൻസസ്, ദെൻ പ്രീമിയം ഓൺ റീഇൻഷുറൻസ് ആക്സെപ്റ്റഡ്, പ്രീമിയം ഓൺ റീഇൻഷുറൻസ് സീഡഡ്. അപ്പോൾ പ്രീമിയം ഓൺ ഡയറക്റ്റ് ബിസിനസ് എന്ന് പറയുന്നത് ഷെഡ്യൂൾ നമ്പർ 1 കാണിക്കുക. അതിൻ്റെ താഴെയായിട്ട് റവന്യൂ അക്കൗണ്ടിൽ എന്ത് ചെയ്യുക? പ്രീമിയം ഓൺ റീഇൻഷുറൻസ് ആക്സെപ്റ്റഡ് ആഡ് ചെയ്യുന്നു, സീഡഡ് ഡിഡക്റ്റ് ചെയ്യാം. നെക്സ്റ്റ് ഐറ്റം ക്ലെയിംസ് ഓൺ റീഇൻഷുറൻസ് ആക്സെപ്റ്റഡ്, ക്ലെയിംസ് ഓൺ റീഇൻഷുറൻസ് സീഡഡ്. അപ്പോൾ ക്ലെയിംസ് അക്കൗണ്ട് നമ്മൾ നേരത്തെ പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്, ക്ലെയിംസ് ബൈ ഡെത്തും മെച്യൂരിറ്റിയും. അതിൻ്റെ താഴെയായിട്ട് എന്ത് ചെയ്ത് കാണിക്കുക? ഷെഡ്യൂളിൽ ഈ ക്ലെയിംസ് ഓൺ റീഇൻഷുറൻസ് ആക്സെപ്റ്റഡ് ആഡ് ചെയ്യുന്നു, ക്ലെയിംസ് ഓൺ റീഇൻഷുറൻസ് സീഡഡ് ലെസ് ചെയ്യാം. ദെൻ ആനുറ്റീസ്, സറണ്ടേഴ്സ്, ഇതെല്ലാം ഏതിൽ വരുന്നതാണ്? ബെനിഫിറ്റ്സ് പെയ്ഡ്. ബെനിഫിറ്റ്സ് പെയ്ഡിൽ 3 ഐറ്റമാണ് വരിക. ഏതൊക്കെയാണ്? ക്ലെയിംസ്, ആനുറ്റി ആൻഡ് സറണ്ടേഴ്സ്. അപ്പോൾ ക്ലെയിംസ് എടുക്കുക ഓൺ ഡെത്തും മെച്യൂരിറ്റിയും, അതിൻ്റെ കൂടെ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഒക്കെ ചെയ്യുക. ദെൻ ഷോ ആനുറ്റി ആൻഡ് സറണ്ടേഴ്സ്. Then consideration for annuity. Annuity is an expense, but consideration for annuity is granted is an income. So on the income side, അതായത് ഇൻകം എന്ന് പറയുമ്പം പ്രീമിയത്തിൻ്റെയൊക്കെ താഴെയായിട്ട് 3 ഹെഡ്സിലാണ് ഇൻകം കാണിക്കുന്നത്: പ്രീമിയം, ഇൻകം ഫ്രം ഇൻവെസ്റ്റ്മെൻറ്റ്സ് ആൻഡ് അതർ ഇൻകം. അതർ ഇൻകത്തിലാണ് നമ്മൾ ഏത് രണ്ടും കൊടുക്കേണ്ടത്? കൺസിഡറേഷൻ ഫോർ ആനുറ്റി ആൻഡ് രജിസ്ട്രേഷൻ ഫീസ്. ഓക്കെ, ദെൻ ഇൻട്രസ്റ്റ്, ഡിവിഡൻറ്റ്, റെൻറ്റ്. ഇവിടെ ശ്രദ്ധിക്കുക, ഇൻട്രസ്റ്റ്, ഡിവിഡൻറ്റ്, റെൻറ്റ് ഗ്രോസ് 2600, ലെസ് ഇൻകം ടാക്സ് 200. സോ നെറ്റ് ഇൻട്രസ്റ്റ്, ഡിവിഡൻറ്റ് ആൻഡ് റെൻറ്റ് എന്ന് പറയുന്നത് എത്ര വരുന്നു? 2400 വരുന്നു. എപ്പോഴും നിങ്ങൾ റവന്യൂ അക്കൗണ്ടിൽ ഗ്രോസ് ആണ് കാണിക്കേണ്ടത്. ടാക്സ് പെയ്ഡ് ഇസ് ഡിഡക്റ്റഡ് ദ ലാസ്റ്റ്. ഓക്കെ, അപ്പോൾ ശ്രദ്ധിച്ചോളാം. ഇൻട്രസ്റ്റ്, ഡിവിഡൻറ്റ് ആൻഡ് റെൻറ്റ് എന്ന് പറഞ്ഞിട്ട് ഏത് എമൗണ്ടാണ് എടുക്കേണ്ടത്? 2600. ഈ ടാക്സ് നിങ്ങൾ ലാസ്റ്റ് ഇൻകം ടാക്സ് പെയ്ഡ് എന്ന് പറഞ്ഞാൽ ലെസ് ചെയ്താൽ മതി ലാസ്റ്റ്. ഓക്കെ, ദെൻ കമ്മീഷൻ. കമ്മീഷൻ ഓൺ ഡയറക്റ്റ് ബിസിനസ് തന്നിരിക്കുന്നു, കമ്മീഷൻ ഓൺ റീഇൻഷുറൻസ് ആക്സെപ്റ്റഡ്, കമ്മീഷൻ ഓൺ റീഇൻഷുറൻസ് സീഡഡ്. കമ്മീഷൻ എന്താണ് ശരിക്കും? കമ്മീഷൻ പെയ്ഡ് ടു ഏജൻസ് ആണ്. സോ ഇറ്റ് ഈസ് ഓൾസോ എൻ എക്സ്പെൻസ് ഫോർ ലൈഫ് ഇൻഷുറൻസ് കമ്പനി. അപ്പോൾ കമ്മീഷൻ എന്ന് പറയുന്നത് നമ്മൾ ഏതിലാണ് കാണിക്കാറ്? ഷെഡ്യൂൾ നമ്പർ 2 അപ്പോൾ കമ്മീഷൻ ഓൺ ഡയറക്റ്റ് ബിസിനസ് എടുക്കുക, അതിൻ്റെ കൂടെ ആക്സെപ്റ്റഡ് ആഡ് ചെയ്യുന്നു, സീഡഡ് ഡിഡക്റ്റ് ചെയ്യാം. ഓക്കെ, ദെൻ ലാസ്റ്റ് ഐറ്റം ഇൻട്രീം ബോണസ്. ഇൻട്രീം ബോണസ് പെയ്ഡ് എന്ന് പറയുന്നത് ബെനിഫിറ്റ്സ് പെയ്ഡിൽ അതിൻ്റെ താഴെയിട്ട് കൊടുക്കേണ്ട ഒരു ഐറ്റമാണ്, അതായത് എക്സ്പെൻസ് ആണല്ലോ. ബോണസ് പെയ്ഡ് ടു പോളിസി ഹോൾഡേഴ്സ് ആണ്. അപ്പം ഇൻട്രീം ബോണസ് പെയ്ഡ് ബെനിഫിറ്റ്സ് പെയ്ഡ് എന്നുള്ളതിൻ്റെ താഴെയായിട്ട് സെപ്പറേറ്റ് ആയിട്ട് കാണിക്കാനുള്ള ഒരു ഐറ്റമാണ്. പിന്നെ തന്നിരിക്കുന്നത് നോക്കുക, പ്രീമിയം ഔട്ട്സ്റ്റാൻഡിങ് ഓൺ 31st March 2019 3 lakh, ക്ലെയിംസ് ഔട്ട്സ്റ്റാൻഡിങ് ഓൺ ദാറ്റ് ഡേറ്റ് 2,20,000. അപ്പോൾ ഇത് രണ്ടും ഔട്ട്സ്റ്റാൻഡിങ് അറ്റ് ദി എൻഡ് ഓഫ് ദി ഇയർ ആണ്. പ്രീമിയം ഔട്ട്സ്റ്റാൻഡിങ് അറ്റ് ദി എൻഡ് ഇസ് ആഡഡ് വിത്ത് പ്രീമിയം എമൗണ്ട് ആൻഡ് ക്ലെയിംസ് ഔട്ട്സ്റ്റാൻഡിങ് അറ്റ് ദി എൻഡ് ഇസ് ആഡഡ് വിത്ത് ക്ലെയിംസ് എമൗണ്ട്. ഇനി ബിഗിനിങ്ങിൽ ഔട്ട്സ്റ്റാൻഡിങ് ആണെങ്കിൽ അത് ഡിഡക്റ്റ് ചെയ്യാൻ മറക്കരുത്. ഇത് ആഡ് ചെയ്യേണ്ട ഐറ്റമാണ്. ഓക്കെ, ദെൻ ലാസ്റ്റ് ഐറ്റം ട്രാൻസ്ഫർ ₹18 lakh ടു കണ്ടിൻജൻസി റിസർവ്. അതായത് റിസർവ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്ത് സർപ്ലസ് കണ്ടുപിടിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ അപ്രോപ്രിയേഷൻസ് ചെയ്യുമല്ലോ. അപ്പോൾ ആ സർപ്ലസിൻ്റെ അകത്ത് നിന്ന് 18 lakh ഏതിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്? കണ്ടിൻജൻസി റിസർവിലേക്ക്.
ഓക്കെ, പ്രിപ്പയർ റവന്യൂ അക്കൗണ്ട്. അപ്പോൾ ഫസ്റ്റ് യു ഹാവ് ടു പ്രിപ്പയർ പ്രീമിയം ഏൺഡ് എന്ന് പറഞ്ഞിട്ട് ഷെഡ്യൂൾ നമ്പർ 1 ചെയ്യണം. അപ്പോൾ അതിൽ വരുന്നത് എത്രയാണ്? പ്രീമിയം ഏൺഡ് എന്ന് പറഞ്ഞ് വരുന്നത് 32,900 ആണ് അല്ലേ? അല്ല, 32,600 ആണ്. അതിൽ എന്ത് ചെയ്യണം എന്നറിയോ? ആഡ് ഔട്ട്സ്റ്റാൻഡിങ് പ്രീമിയം അറ്റ് ദി എൻഡ് ഓഫ് ദി ഇയർ ഇസ് ഗിവൺ 300. സോ ടോട്ടൽ പ്രീമിയം എന്ന് പറയുന്നത് എത്ര വരും? 32,900. അപ്പോൾ നിങ്ങൾ അതാണ് റവന്യൂ അക്കൗണ്ടിൽ ഫസ്റ്റ് ആയിട്ട് കാണിക്കുന്നത്. പ്രീമിയം ഏൺഡ് എത്രയാണ്? 32,900. പ്രിപ്പയർ ഷെഡ്യൂൾ നമ്പർ 1. ഇനി പ്രീമിയം ഓൺ റീഇൻഷുറൻസ് സീഡഡ് ഡിഡക്റ്റ് ചെയ്യണം, പ്രീമിയം ഓൺ റീഇൻഷുറൻസ് ആക്സെപ്റ്റഡ് ആഡ് ചെയ്യണം. അപ്പോൾ ഡിഡക്റ്റ് ചെയ്യുന്ന ഞാൻ പറഞ്ഞിട്ടുണ്ട്, ബ്രാക്കറ്റിൽ ഇട്ടോളാം. അപ്പോൾ സീഡഡിൻ്റെ എമൗണ്ട് ബ്രാക്കറ്റിലിടുക, ആക്സെപ്റ്റഡ് ഇറ്റ് ഇസ് ഷോൺ സെപ്പറേറ്റ്ലി. സോ ടോട്ടൽ 37,200. ഇനി അതർ ഇൻകംസ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ് വരിക? ഇൻകം ഫ്രം ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് അതർ ഇൻകം. അപ്പോൾ ഇൻകം ഫ്രം ഇൻവെസ്റ്റ്മെൻറ്റിൽ യൂഷ്വലി കാണിക്കാറ് ഇൻട്രസ്റ്റ്, ഡിവിഡൻഡ്, റെൻറ്റ്, അതേമാതിരി പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്, ലോസ് ഓൺ സെയിൽ ഓഫ് ഇൻവെസ്റ്റ്മെൻ്റ് ആണ് സെറ്റ് ഓഫ് ചെയ്യണം. അപ്പോൾ ഇവിടെ ഇൻട്രസ്റ്റ്, ഡിവിഡൻഡ് ആൻഡ് റെൻറ്റ് തന്നിട്ടുണ്ട്. അത് ഗ്രോസ് എമൗണ്ട് എടുക്കണം എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞ് നേരത്തെ. ഓക്കെ, ഇനി അതർ ഇൻകത്തിൽ ഏതാ കാണിക്കുക? കൺസിഡറേഷൻ ഫോർ ആനുറ്റീസ് ഗ്രാൻറ്റഡ് ആൻഡ് രജിസ്ട്രേഷൻ ഫീസ്. സോ യുവർ ടോട്ടൽ ഇൻകം ഇസ് 57,880. ഇനി നമ്മൾ എക്സ്പെൻസസിലേക്ക് കടക്കാൻ പോവുകയാണ്. എക്സ്പെൻസസ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കണം, ആദ്യം എന്തൊക്കെയാണ് കണ്ടുപിടിക്കേണ്ടത്? ജനറലായിട്ട് വരുന്ന എക്സ്പെൻസസ് എടുക്കുക. ജനറൽ മീൻസ് ലൈഫ് ഇൻഷുറൻസുമായി ബന്ധപ്പെട്ടത്. അതിൽ ഫസ്റ്റ് വരുന്നതാണ് കമ്മീഷൻ. അപ്പോൾ കമ്മീഷൻ ആണ് ഷെഡ്യൂൾ നമ്പർ 2 പ്രിപ്പയർ ചെയ്യുക. നേരത്തെ പറഞ്ഞു ഞാൻ, കമ്മീഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് കമ്മീഷൻ ഓൺ ഡയറക്റ്റ് ബിസിനസ് എടുക്കുക, കമ്മീഷൻ ഓൺ റീഇൻഷുറൻസ് ആക്സെപ്റ്റഡ് ആഡ് ചെയ്യുന്നു, കമ്മീഷൻ ഓൺ റീഇൻഷുറൻസ് സീഡഡ് ഡിഡക്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ കമ്മീഷൻ എക്സ്പെൻസ് കിട്ടും, അതിവിടെ എഴുതിക്കൂടെ ഷെഡ്യൂൾ നമ്പർ 2. ദെൻ ഷെഡ്യൂൾ നമ്പർ 3 ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ്. ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് എന്ന് പറയുമ്പം സാലറി ആൻഡ് അലവൻസസ്, ഡയറക്ടേഴ്സ് ഫീസ്, അതർ എക്സ്പെൻസസ്. സോ ടോട്ടൽ 2,080. Then comes deduct income tax paid. Income tax paid എന്ന് പറയുന്നത് ആ ഇൻട്രസ്റ്റ്, ഡിവിഡൻഡ്, റെൻറ്റിൻ്റെ കൂടെ തന്നതാണ് 200 rupees. അപ്പം എക്സ്പെൻസസ് ബി ടോട്ടൽ 3260. ഇനി ബെനിഫിറ്റ്സ് പെയ്ഡ് എടുക്കുക. ബെനിഫിറ്റ്സ് പെയ്ഡിന് പ്രിപ്പയർ ചെയ്യുക ഷെഡ്യൂൾ നമ്പർ 4. അപ്പോൾ ബെനിഫിറ്റ്സ് പെയ്ഡ് ചെയ്യുന്ന സമയത്ത് ക്ലെയിംസ്, ഇൻഷുറൻസ് ക്ലെയിംസ് ബൈ ഡെത്ത് എടുക്കുക, അതിൻ്റെ കൂടെ ആഡ് ഔട്ട്സ്റ്റാൻഡിങ്, ബൈ മെച്യൂരിറ്റി എടുക്കുക, ദെൻ ആനിറ്റീസ് ആൻഡ് സറണ്ടേഴ്സ്. അതിൻ്റെ കൂടെ എന്താ പറയുക, ക്ലെയിംസ് ഓൺ റീഇൻഷുറൻസ് സീഡഡ് ഡിഡക്റ്റ് ചെയ്യുക, ക്ലെയിംസ് ഓൺ റീഇൻഷുറൻസ് ആക്സെപ്റ്റഡ് ആഡ് ചെയ്യുന്നു. സോ യുവർ ടോട്ടൽ ക്ലെയിംസ് അല്ലെങ്കിൽ ബെനിഫിറ്റ്സ് പെയ്ഡ് എന്ന് പറയുന്നത് എത്ര വരുന്നുണ്ട്? 43,100. ദെൻ ആഡ് ഇൻട്രീം ബോണസ്. സോ ടോട്ടൽ സി എന്ന് പറയുന്നത് 43,420. ഫൈൻഡ് ഔട്ട് സർപ്ലസ് ഓർ ഡെഫിസിറ്റ്. എ മൈനസ് ബി മൈനസ് സി ആണ്. അപ്പോൾ ചെയ്തിട്ടുണ്ടെങ്കിൽ 11,200 കിട്ടും. മേക്ക് അപ്രോപ്രിയേഷൻസ്. ഒറ്റ അപ്രോപ്രിയേഷനെ പറയുന്നുള്ളൂ. ട്രാൻസ്ഫർ ടു കണ്ടിൻജൻസി റിസർവ്. എത്രയാണ് പറഞ്ഞിരിക്കുന്നത്? ടോട്ടൽ എമൗണ്ട് ആണ് തന്നിരിക്കുന്നത്. അവിടെ തെറ്റരുത്, നിങ്ങൾക്ക് ബാങ്കിങ്ങിൽ ചെയ്യുന്ന പോലെ തന്നെ 18 lakh തന്നതാണ്. അപ്പോൾ തൗസൻഡ്സിലാണല്ലോ നമ്മൾ ഈ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ 3 zeros കട്ട് ചെയ്യാം. അപ്പോൾ 1,800 അവിടെ വെച്ചിങ്ങാണ്ട് 18 lakh തന്നെ ഇവിടെ വെച്ച് അങ്ങോട്ട് എഴുതാൻ പാടില്ല. അപ്പോൾ ട്രാൻസ്ഫർ ടു ഫ്യൂച്ചർ അപ്രോപ്രിയേഷൻ, ട്രാൻസ്ഫർ ടു ഫണ്ട് ഫോർ ഫ്യൂച്ചർ അപ്രോപ്രിയേഷൻസ് എന്ന് പറയുന്ന ഡിഫറൻസ്, അതായത് 11,200 നിന്ന് ഈ 1,800 മൈനസ് ചെയ്താൽ 9,400. ഓക്കെ, ഷെഡ്യൂൾസൊക്കെ ഒന്ന് കണ്ടോളൂ.